നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISLന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം തകൃതിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള FC തമ്മിൽ ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാബ് മെമ്പറൊക്കെ ആയ റെജിൻ ടി ജെയ്സ് ആയിരുന്നു. അദ്ദേഹം 2 മത്സരങ്ങൾ GKFCയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിലിപ്പോൾ ഒരു മത്സരം നടക്കുമെന്ന് പറഞ്ഞ തീയതി ഇന്നാണ്. അതുകൊണ്ട് തന്നെ നിരവധി സുഹൃത്തുക്കൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കളി ലൈവ് കാണാൻ പറ്റുമോ, കളിയുടെ റിസൾട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോകളൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഭ്യമായ വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആദ്യമേ പറയട്ടെ, ഇതൊരു സൗഹൃദ മത്സരമോ സന്നാഹ മത്സരമോ അങ്ങനെയൊക്കെ കാണാവുന്നതാണ്, അല്ലാതെ ഇതിനൊരു ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്ത കളിയാണ്. അപ്പോൾ പിന്നെ അത് ലൈവ് കാണുമോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ലഭ്യമായ വിവരപ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള FCക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിച്ചത് അമാവിയായിരുന്നു. ഇതാണ് ലഭിക്കുന്ന വിവരം. പിന്നെ ആരൊക്കെ കളിച്ചു എന്ന് ചോദിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11-ൽ സച്ചിന്, അമയ്, ഐബൻ, ഹോർമി, സഹീഫ്, കോറു, വിപിൻ, റൗളിൻ, നിഹാൽ, മാർലോൺ, വിക്ടർ എന്നിവരൊക്കെയാണ് കളിക്കാൻ ഇറങ്ങിയിരുന്നത്. ഇടവേള സമയത്ത് മത്സരം ഗോൾ രഹിതമായിരുന്നു. എന്നാൽ മത്സരം അവസാനിക്കുമ്പോഴേക്കും ഏകപക്ഷീയമായ 1 ഗോളിന്, അമാവി അടിച്ച ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. ഇതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും ഇനിയും ഒരു മത്സരം കൂടി ഗോകുലം കേരള FCയുമായിട്ട് ഫ്രണ്ട്ലി മത്സരമുണ്ട് എന്നാണ് നേരത്തെ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് മത്സരങ്ങൾ ഫെബ്രുവരി 14 ആരംഭിക്കുകയാണ്. എന്തായാലും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുണ്ടായിരുന്ന വിദേശ താരങ്ങളൊക്കെ ഒഴിവാക്കി പുതിയ 5 വിദേശ താരങ്ങളെ കൊണ്ടുവന്ന് കഴിയാവുന്ന പോലെ ഈ ഒരു ലീഗിൽ കോമ്പീറ്റ് ചെയ്യുകയാണ്. ഒരു ഷോർട്ട് എൻഡ് ലീഗാണ്. എന്തായാലും നല്ല രൂപത്തിലാണ് ഇപ്പോൾ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഫലം കളിക്കളത്തിൽ കാണാൻ പറ്റും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.